ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യൻ ആരാണെന്ന് ഒരു വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരിയോട് ഒരു ടെലിവിഷൻ ചർച്ചയിൽ ആങ്കർ ചോദിക്കുകയാണ്. ഈ ലോകത്ത് നിങ്ങളെ കാഴ്ചപ്പാടില് ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യനാരാണ്? ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യുന്ന ആള് പറഞ്ഞ മറുപടി എന്താ? വാർദ്ധക്യകാലത്ത് ഭാര്യ മരിച്ചുപോയ ഒരു മനുഷ്യൻ, വാർദ്ധക്യകാലത്ത് ഭാര്യ മരിച്ചുപോയ ഒരു മനുഷ്യൻ, അയാൾ ഒറ്റക്കാകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അതാണ് ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ വേദന. ഇത് മനസ്സിലാവുണ്ടേ? വയസ്സാകും തോറും മക്കളൊക്കെ മാറിപ്പോകുമ്പോ ലോകത്ത് രണ്ടും ഒന്നായിത്തീരുന്ന ഒരു ഒന്നാകലുണ്ട്. അതാരാന്നറിയങ്ങള്? നമ്മുടെ വാപ്പിയമ്മയാണ്. അതൊരു ഒന്നാകല. രാത്രി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ ബാപ്പാനെയും കാത്ത് ഉമ്മയും മക്കളും വരാന്തയിൽ ഇരിക്കുകയാണ്. കുറെ ഇരുന്നിട്ടും ബാപ്പാനെ കാണാനല്ല. മക്കൾക്ക് ഉറക്ക് വരിക. മക്കൾ പറഞ്ഞേ ബാപ്പ വന്നോളൂ. ഉമ്മ പറഞ്ഞു നിങ്ങൾ കിടന്നോളി മക്കളെ, ഞാൻ ബാപ്പ വന്നിട്ട് കിടക്കാം. അതിൽ മക്കൾ ചീത്തറിഞ്ഞ് ഈ തണുപ്പത്തിരുന്നുകാണ്ട് ഇനി നാളെ ജലദോഷം പിടിച്ച് എനിക്ക് ഒഴിവുണ്ടാവില്ല, നിങ്ങൾ പോയി കടന്നാണി. ഉമ്മ പതുക്കെ മനസ്സില്ലാ മനസ്സോടെ എണീറ്റ് ഉമ്മ റൂമിലേക്ക് പോയി, മക്കളും പോയി വാതിലടച്ച് കിടന്ന് കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറക്കുന്ന ഒച്ച എന്റെ ഉമ്മാക്ക് കിടന്നിട്ട് കിടപ്പുറക്കുന്നില്ല. ഉമ്മ പതുക്കെ എണീറ്റിട്ട് ആരും കാണാതെ ഇരുട്ടത്ത് വരാക്കുക. ദൂരെ എവിടെയെങ്കിലും ബാപ്പാന്റെ ടോർച്ചിന്റെ ഒരു നുറുങ്ങുവട്ടം കാണുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഉമ്മ. ലോകത്തിലെ ഏറ്റവും ഭദ്രമാണ്, മുറിച്ചു മാറ്റാൻ കഴിയാത്ത സ്നേഹം. അതില് ആ ഭാര്യ അങ്ങോട്ട് മരിച്ചുപോയാലേ ആ ബാപ്പാർ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട്. ബാപ്പ മരിച്ചാല് ഉമ്മ ഒറ്റപ്പെടൂല. കാരണം വീട്ടിൽ ആളുകളുണ്ട്, ഉമ്മ വീടിന്റെ ഉള്ളിലാ. ആ ഉമ്മക്ക് വീട്ടിൽ ജീവിക്കാം. പക്ഷെ ബാപ്പയുണ്ടല്ലോ, കല്യാണം കഴിച്ച ശേഷം ഒരു ഗ്ലാസ് വെള്ളം ബാപ്പ ഒറ്റക്കെടുത്ത് കുടിച്ചിട്ടില്ല. എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ബാന്നു വരെ പറഞ്ഞിട്ടില്ല. എന്റെ വസ്ത്രങ്ങൾ അലക്കണമെന്ന് ബാപ്പ ഇന്നു വരെ നിർദ്ദേശിച്ചിട്ടില്ല. ഇവിടെ നിഴലായി ആ ഉമ്മയുള്ളത് കൊണ്ട് ബാപ്പ ഒന്നും ആവശ്യപ്പെടാതെ ബാപ്പയുടെ ജീവിതം പരിപൂർണമായിരുന്നു ലോകത്ത്. ആ ഉമ്മ അങ്ങോട്ട് പോയാലേ പാപ്പാന്റെ ഒരു ഒറ്റപ്പെടലുണ്ട്. കഞ്ഞി എവിടെ, വെള്ളം എവിടെ, തുണി അലക്കിയോ എന്ന് മരുമക്കളുടെ ഇഷ്ടമില്ലാത്ത മുഖത്ത് നോക്കി ചോദിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന. അതുകൊണ്ട് ഞാൻ എല്ലാ മക്കളോടും ഇത്തരം ക്ലാസ്സുകളിൽ പറയാറുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളെ അകറ്റരുത് കേട്ടോ. ഒരിക്കലും നിങ്ങളുടെ ഉമ്മയെയും ബാപ്പയെയും അകറ്റരുത്. ചില മക്കളുണ്ട്, ഉമ്മാനെന്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുവരാ, ഉമ്മാക്കെന്താ ഞങ്ങളെ കൂടെ നിന്നൂടെ, ബാപ്പാക്ക ബാപ്പ ചെറിയ കുട്ടിയാ, ബാപ്പാക്ക അവിടെ നിന്നൂടെ, ഇവിടെ പെരിയിൽ എന്തൊക്കെ പണിയുണ്ട്, കുട്ടിയെ നോക്കാൻ ആളില്ല, അടുക്കളപ്പണിക്കും ഞാൻ തന്നെ, ഉമ്മ വന്ന് ഇവിടെ നിന്നാല് എത്ര സുഖം ഉണ്ടാവും. അവസാനം നമ്മൾ നിർബന്ധിക്കുമ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ കാറിൽ കയറും. ഉമ്മാന്റെ കയ്യിലെ കീശയില് തസ്ബീഹ്മാലയും നിസ്കാര കുപ്പായൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഉമ്മയുടെ മുഖം ഉമ്മ നമുക്ക് തരൂല. എന്തെന്നറിയോ? ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഉമ്മ കരയാണ്. കാറിൽ കയറുമ്പോ ഒന്നുകൂടി വീടിന്റെ ഉള്ളിലേക്ക് ഉമ്മ എത്തി നോക്കും. ആയത്ത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാറ് നിർത്തിയിട്ട് വീടിന്റെ ഉള്ളിലേക്കൊന്ന് നടന്നു ചെല്ലുക, ബാപ്പയുടെ മുറിയിലേക്ക് നോക്കുക. ചുമരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് തന്റെ തോളിലെ തോർത്തുകൊണ്ടുകൊണ്ട് കണ്ണു തുടക്കുന്ന ഒരു ബാപ്പയെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അകറ്റരുത്. മാതാപിതാക്കളെ ആശുപത്രിയിലാണെങ്കിൽ പോലും, ബാപ്പ ആശുപത്രിയിലാണെങ്കിൽ ഉമ്മ വീട്ടിൽ നിൽക്കരുത്. ആ ബാപ്പയുടെ ജീവിതത്തില് ഏറ്റവും വലിയ ആശ്വാസം എംഡിയായ ഡോക്ടറല്ല, വലിയ ആശുപത്രിയല്ല, നമ്മളല്ല. ആ ബാപ്പയുടെ കൈകളിൽ കൈകൾ വെച്ച് ബാപ്പയുടെ നെറ്റിനലോട് നിൽക്കുന്ന ആ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ സാമീപ്യം ബാപ്പക്ക് കൊടുക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് ലോകത്ത് വേറെ എവിടുന്നും കിട്ടൂല. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് പറയാം, ബാപ്പാനും ഇമ്മാനും അകറ്റുന്ന ഒരു പ്രവൃത്തി ഒരിക്കൽ പോലും എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താണ് മാതാപിതാക്കൾക്ക് എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിന്റെ കാരുണ്യത്തിന്റെ, നിന്റെ ദയയുടെ, നിന്റെ ആർദ്രതയുടെ ചിറകുകൾ ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ താഴ്ത്തി കൊടുക്കണം. വേണ്ടത് അതാ വേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾക്ക് പണം വേണ്ട, നമ്മുടെ മാതാപിതാക്കൾക്ക് സ്ഥലത്തിന്റെ ആധാരം വേണ്ട, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ATM കാർഡുകൾ വേണ്ട. ചില മക്കൾ പറയേ,
എന്റെ വാപ്പാക്ക് എന്തിനാ പൈസ? നമ്മൾ ചിലപ്പോ പറയും, മക്കളെ, എല്ലാ മക്കളോടും പറയും, ദാ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളോടും, ആണിനോടും പെണ്ണിനോടും പറയാ, മാസത്തിലൊരിക്കലെങ്കിലും ബാപ്പാന്റെ കയ്യിലേക്ക്, ഉമ്മാന്റെ കയ്യിലേക്ക് ഒരഞ്ഞിന്റെ നോട്ട് വെച്ചു കൊടുക്കിൻ, അല്ലെങ്കിൽ 100 വെച്ചു കൊടുക്കിൻ. അതിനെന്തിനാ അപ്പൊ ബാപ്പാക്ക് പൈസ? ആശുപത്രിക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, സാധനം വാങ്ങിയ പൈസ പീടി കൊടുക്കുന്നുണ്ട്, തുണി കുപ്പായം ഞങ്ങൾ എടുത്തുകൊടുക്കുന്നുണ്ട്, ബാപ്പ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി എന്തിനാ ബാപ്പാക്ക് പൈസ? എന്തിനാ പൈസ അമ്മാക്ക് പൈസ? ഞാനേ എന്റെ ചെറിയ മോനെയും കൊണ്ട് തറവാട്ടിക്ക് എന്നേ, അപ്പോ കീശയിലൊന്നുമില്ല, എന്റെ ബൈക്കിന്റെ മുമ്പിലെ ടയർ ബന്ധ കാറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കാറ്റടിപ്പിക്കാൻ വേണ്ടി ഒരു 10 ഉറുപ്പ്യ കീശയിലിട്ടിരി, വേറെ ഒന്നും കീശയിലില്ല. വീട്ടിൽ ചെന്നപ്പോ പോരാ നേരത്തെ ഉമ്മ പറഞ്ഞേ, അതിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ കാട്ടിക്കാം. വണ്ടിക്കാർ അതിന് പിന്നെ കാറ്റടിച്ചാൽ 10 ഉറുപ്പ്യ കൊണ്ടായിരുന്നു. എന്തിനാ അമ്മങ്ങൾക്ക് 10 ഉറുപ്പ്യ? ഇത് ആ 10 ഉറുപ്പ്യ കാട്ടിക്കഴിഞ്ഞാൽ അതിന് കണക്ക് പറയാറ്റാ, അത് കൊണ്ടായിരുന്നു. ഞാൻ ആ 10 ഉറുപ്പ്യ അമ്മ കൊടുത്തു. ഇങ്ങനെ പോരുമ്പോ എന്റെ അങ്ങാടിയിലെത്തിയപ്പോ എന്റെ മോൻ പറഞ്ഞേ, പാപ്പാ ഞാൻ മുട്ടായി വാങ്ങട്ടെ. ഞാൻ പറഞ്ഞ എന്റെ കീശയിൽ 5 പൈസ ലടാ, ഇത്ര ദരിദ്രവാസിയായ ദിവസം വേറല്ല, വണ്ടിന്റെ കാറ്റ് പോകുമ്പോ പെരീക്കത്തല്ലേ. അപ്പൊ മോൻ പറഞ്ഞേ, അതിന്റെ അടുത്ത് പൈസ ഉണ്ട്. ഓൻ കീശിന്ന് പൈസ എടുത്ത് 10 ഉറുപ്പ്യ. എഴുന്നേൽക്ക് 10 ഉറുപ്പ്യ എത്തിയേ. അത് ഉമ്മമ്മ തന്നാണ്. ഏതമ്മമ്മ? എന്റെ അമ്മേണേ. ഇന്ത്യക്കന്ന് 10 ഉറുപ്പ്യ ചോദിച്ചതേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പൈസ ഇറക്കിയിട്ട് കായ് ഉണ്ടാക്കാനല്ല, 10,000 ഏക്കറിന് അഡ്വാൻസ് കൊടുക്കാനല്ല, റബ്ബർ തോട്ടം വാങ്ങാൻ ബ്രോക്കർക്ക് കൊടുക്കാനല്ല. എന്റെ അമ്മ എന്നോട് ചോദിക്കണതേ, എപ്പോഴെങ്കിലും പേരക്കുട്ടികളോ പെമ്മക്കളോ പെരീക്ക് വാടിയ മുഖവുമായി കയറി വരുമ്പോ അവരെ വിളിച്ചു വരുത്തി ചേർത്തിരുത്തി മുടിയഴകളിൽ തലോടി കണ്ണു തോത്തി ഇറങ്ങിപ്പോകുമ്പോ എന്നാ ഇത് കയ്യിൽ പിടിച്ചോന്ന് പറഞ്ഞ് ആ മക്കളുടെ കയ്യിലേക്ക് ഒരു തണലായിട്ട് കൊടുക്ക. നമ്മുടെ ഉമ്മ നമ്മളോട് ചോദിച്ചത്, ബാപ്പ ചോദിച്ചത്, ചില മക്കളുണ്ട് കണ്ണുചോറില്ലാത്ത മക്കള്. ബാപ്പ അങ്ങാടിയിൽ ചെറിയൊരു പെട്ടിക്കടയിൽ കടലിയും വർത്തിരിക്കേനി. നമ്മൾ ഗൾഫിൽ വന്ന് വലിയ പേരൊക്കെ കയറ്റിയപ്പോ ബാപ്പാന്റെ കടല കച്ചവടം നമുക്ക് മാനക്കേടായി. നമ്മൾ പറഞ്ഞു, ബാപ്പാന്റെ പെട്ടിയൊക്കെ എടുത്തച്ച് ചട്ടിയൊക്കെ കിട്ടിയ വിലക്ക് വിറ്റ് നിങ്ങളിവിടെ പള്ളിക്ക് പോയി നിസ്കരിച്ച് ഇവിടെ പെരിയിൽ നിന്നാ മതി, കടല വിൽക്കായിട്ടാ മനുഷ്യന് പിരാന്തുണ്ടാക്കാൻ അല്ലേ. ബാപ്പാക്ക് കടല വിറ്റാലേ ഒരു 50 ഉറുപ്പ്യ കിട്ടുവാൻ എപ്പോഴെങ്കിലും. ഇപ്പോഴോ 5 പൈസ അല്ല, പേരിന് നമ്മൾ മുതലാളിമാരാ, 1 ഉറുപ്പ്യ ബാപ്പാക്ക് കൊടുക്കില്ല. നാട്ടിലെ പണക്കാരനായ മകന്റെ ബാപ്പാനെ ഹോട്ടലിന്റെ മുമ്പ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, കാക്ക ഇന്നൊരു ചായ നിങ്ങൾ വാങ്ങിത്തരൂലേ? രണ്ടാളും ചായക്കടയിൽ കയറിയിട്ടേ ഞാൻ പറഞ്ഞു, എന്നാ പൈസ കൊടുക്കി. മൂപ്പരെ കണ്ണും മോറും മാറി. ഞാൻ വേഗം പൈസ കൊടുത്തു. അപ്പൊ അയാൾ ഇന്നെ കൈ പിടിച്ചു പോന്നിട്ട് പറയാണ്, മനെ മക്കളൊക്കെ പൈസക്കാരാ, പക്ഷെ നോക്ക് ഞാൻ ഫക്കീറാട്ടോ. മകൻ ഗൾഫിൽ നിന്ന് പൈസയുടെ പേരിൽ അയക്കുക, സാധനം വാങ്ങാനുള്ള ലിസ്റ്റും പൈസയും ഓള് തരും. ഞാൻ സാധനം വാങ്ങി ചെന്നാലേ വാങ്ങിയ സാധനം ബില്ലും ബാക്കി പൈസയും കണക്ക് കൂട്ടി അവൾ 1 ഉറുപ്പ്യ എന്റെ അടുത്തില്ല മനെ. ഞാൻ എന്താ ചെയ്യാ? ആ ബാപ്പ കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കോടികൾ കൊണ്ട് അമ്മാനമാടുമ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും മാതാപിതാക്കളുടെ കൈകളിലേക്ക് ചില്ലറ തുട്ടുകൾ വെച്ചു കൊടുക്കാൻ കാണിക്കുന്ന മക്കളായി നമ്മൾ മാറരുത്. അല്ലാഹു തആല പറഞ്ഞത്, കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടതേ നമ്മുടെ സ്നേഹ, നമ്മുടെ കാരുണ്യ. അവഗണന സഹിക്കൂല, നമ്മൾ സഹിക്കൂല. നമ്മുടെ മക്കള് നമ്മളെ അവഗണിക്കുമ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഭീകരമായ വേദന അവഗണനയുടെ വേദനയാണ് എന്ന് നമുക്കറിയാം. ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിലെ മക്കള് കാട്ടിക്കൂട്ടുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോ നെഞ്ചുപൊട്ടിക്കറിയുന്ന ബാപ്പാരെ കണ്ടുകിടേ. ഒരു ഉമ്മ കരഞ്ഞത് അടുത്ത എന്താ, ബാപ്പാക്ക് ലേശ അസുഖമൊക്കെ ഉണ്ട്, എന്നാലും ബാപ്പാക്ക് ബുദ്ധിക്കുഴപ്പമൊന്നും. വരാന്തിയിൽ വന്നിരുന്നപ്പോ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കണ്ട, നിങ്ങൾ ഉള്ളിൽ പോയി ഇരുന്നോളി. അപ്പൊ ബാപ്പ എപ്പോഴും അന്നേരത്തെ അവിടെ ഇരിക്കലുണ്ട്. അപ്പൊ ബാപ്പ ചോദിച്ചു, അതെന്താ ഇപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കാൻ പാടില്ലാത്ത? അപ്പൊ എന്താ സംഭവം എന്നറിയോ? സ്ഥലത്തിന്റെ മൂലക്കലേ 1 ഏക്കർ മക്കള് വിൽക്കുകയാണ്. അത് ബാപ്പാനെ അറിയാതെ വിൽക്കണം. അപ്പൊ മക്കള് ഉമ്മാനോട് പറഞ്ഞേക്കുക, ഉമ്മ ബാപ്പാനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കരുതിട്ടോ, അളക്കാൻ ആള് വരുന്നുണ്ട്. ബാപ്പ പുറത്തിറങ്ങി. ബാപ്പ ചോദിച്ചു, എന്തേ ഇപ്പൊ നോക്കിയാ നമ്മൾ ആ സ്ഥലത്തിന്റെ എന്താപ്പത്, എന്താണ് ആ വിഷയം എന്ന് ചോദിച്ചപ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞ്, ഭൂമി വിൽക്കുകയാണ്. കഠിനാധ്വാനം ചെയ്ത് മുണ്ട് മുറുക്കിയെടുത്ത് ബാപ്പയുണ്ടാക്കിയ സ്വത്തിലെ നമ്മളൊക്കെ ഈ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോ ഒരു വാക്ക് നമ്മുടെ ബാപ്പമാരോട് പറയാൻ വിട്ടുപോകരുത്. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി താരങ്ങളെ, ബാപ്പാനെ ഉമ്മാനെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക, അടുത്തിരുത്തുക, നടുവിൽ നമ്മൾ ഇരിക്കുക.
പാപ്പാന്നൊരു ഭാഗത്തും ഉമ്മാന്റെ ഒരു ഭാഗത്തും ഇരുത്തിയിട്ട് നടുവിൽ നമ്മൾ ഇരിക്കുക. രണ്ടാളെയും ചേർത്ത് പിടിച്ചിട്ട് രണ്ടാളുടെയും കവിളുകൾ നമ്മുടെ കവിളോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ പറയണം, ബാപ്പ ഉമ്മ, ഈ ഭൂമിയിൽ എന്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കിയവർ നിങ്ങളാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ പുരോഗതിയും നിങ്ങളുടെ ശരീരത്തിന്റെ ഈ ചുളിവുകളാണ്. നേരം തരാതെ നമ്മുടെ മാതാപിതാക്കൾ യാത്ര ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം നമ്മുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രാരാബ്ധത്തിന്റെ പ്രയാസത്തിന്റെ നെടുവഴിയിലൂടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് യാത്ര ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം നമ്മൾ, പടച്ചോനെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ, എന്റെ മാതാപിതാക്കൾ എന്നോട് കാണിച്ച കാരുണ്യത്തിന് ഒരു ജന്മം മുഴുവനും ഞാൻ പകരം ചെയ്താലും മതിയാവുകയില്ല റബ്ബേ. അതുകൊണ്ട് റബ്ബേ, എന്റെ മക്കളോട് നീ കരുണ കാണിക്കണേ റബ്ബേ എന്ന് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഏത് സമയത്തും നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ മാതാപിതാക്കൾ ഉണ്ടാവണം. നമ്മളെ നമ്മളാക്കാൻ വെയിലുകൊണ്ട, വേദനിച്ച, കഷ്ടപ്പെട്ട, രാത്രി ഉറക്കമൊഴിച്ച, തേങ്ങിക്കരഞ്ഞ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമ്മുടെ ഓരോ തുടിപ്പിലും അവരുടെ വിയർപ്പ് നനവുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ആരെ സ്നേഹിക്കുമ്പോഴും ആർക്കു വേണ്ടി ജീവിക്കുമ്പോഴും ഒന്നാം സ്ഥാനത്ത് ആ മാതാപിതാക്കളെ പ്രതിഷ്ഠിക്കാനും അവർക്ക് വേണ്ടി ജീവിതത്തിൽ സ്നേഹത്തോടുകൂടി പെരുമാറാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മരണത്തിന് ശേഷവും അവരുടെ ബർസഖി ജീവിതം മനോഹരമായിരിക്കുവാൻ പടച്ച റബ്ബിനോട് നെഞ്ചുരുകി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.